ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അടുത്ത മാസം, അതായത് മാർച്ച് 11 കൂടി നോട്ടിഫിക്കേഷൻ ഇറങ്ങുമെന്നാണ് ചില വാർത്തകൾ കാണിക്കുന്നത്. ഈ മത്സരത്തിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഒന്ന്, BJP നേതൃത്വം നൽകുന്ന NDAയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന INDA മുന്നണിയും തമ്മിലാണ് പ്രധാന മത്സരം. ഇതിനിടയിൽ രണ്ട് മുന്നണിയിലും പെടാത്ത ചില പാർട്ടികളും മത്സരിക്കുന്നു. ഇവിടെ BJP മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും തർക്കമില്ലാത്തൊരു സാഹചര്യം. പക്ഷേ BJP വളരെയധികം ആശങ്കയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം BJPയുടെ ടാർഗറ്റ് അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 370+ എന്നാണ് അവരുടെ ലക്ഷ്യം. 400 സീറ്റിലധികം നേടി NDA മുന്നണി, അതായത് നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി അധികാരത്തിൽ വരണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നു. അടിക്കടി മീറ്റിങ്ങുകൾ വെക്കുന്നു. വളരെ ശക്തമായി തന്നെയുള്ള ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്തുന്നു. ഈസി അല്ല ഈ തെരഞ്ഞെടുപ്പ് BJPക്ക് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് മുൻപോട്ട് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെ ശക്തിയും ബലക്കുറവും എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന് നാം പരിശോധിക്കുന്നത്. ആദ്യം തന്നെ BJP നേതൃത്വം നൽകുന്ന NDA, അതിൻ്റെ ശക്തി എന്താണ്, ഇല്ലെങ്കിൽ അതിൻ്റെ കരുത്ത്, ഇല്ലെങ്കിൽ അതിൻ്റെ ബലഹീനത എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ BJP നേതൃത്വം നൽകുന്ന NDA, അതിൻ്റെ കരുത്ത് ഇല്ലെങ്കിൽ ബലഹീനത എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. BJPയുടെ സഖ്യകക്ഷികളിൽ വളരെ ശക്തമായ പാർട്ടികൾ എന്ന് പറയാൻ ആരും തന്നെയില്ല. അവർക്ക് ആകെ പറയാനുള്ളത് JDU മാത്രമാണ് ബീഹാറിൽ. പക്ഷെ അവിടെയും BJPക്ക് ഒരു നേട്ടമുണ്ട്. ബീഹാറിനെ സംബന്ധിച്ച് ബീഹാർ നിയമസഭയിൽ BJPക്കാണ് വലിയ മൃഗീയ ഭൂരിപക്ഷം. അവിടെ നിതീഷ് കുമാറിൻ്റെ JDU ഒരു ജൂനിയർ പാർട്ണറാണ്. പക്ഷേ ഈ NDA മുന്നണിയിലെ അല്പശക്തമായ പാർട്ടി എന്ന് പറയുന്നത് ഈ JDU തന്നെയാണ്. മുൻപ് അനവധി പാർട്ടികളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത്തരം പാർട്ടികളൊന്നും തന്നെ ഇല്ല. TDPയും ഒക്കെ ഉണ്ട്, ശിവസേനയും ഒക്കെ ഉണ്ടായിരുന്നു. അത് പോയിരിക്കുന്നു. അതിന് ചെറിയ പീസുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അവർക്ക് ശക്തമായൊരു പാർട്ടി ഇല്ല. ഒരുപക്ഷെ AIADMK അവരുടെ മുന്നണിയിലേക്ക് എത്തുകയാണെങ്കിൽ കുറച്ച് ശക്തമായ ഒരു പാർട്ടി എന്ന് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ AIADMK ഇല്ല. ഇത് തന്നെയാണ് അവരുടെ ഒരു ശക്തി, BJPയുടെ ഒരു ശക്തി. കാരണം കൂടുതൽ സീറ്റുകളിൽ BJPക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ കഴിയുന്നതും തർക്കമില്ലാതെ സീറ്റ് വിഭജനം നടത്താൻ കഴിയുന്നതും ഈ ഒരു ഗുണം കൊണ്ടാണ്. കാരണം ഈ നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത്. അവിടെ ആ പാർട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ അവർക്ക് അവരുടെ ഉള്ള ജൂനിയർ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളവരൊന്നും അല്ല എന്നുള്ളതാണ്. പക്ഷേ BJP മുന്നണി ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ദുർബലമായ സംസ്ഥാനങ്ങളിൽ അവരോടൊപ്പം ആരുമില്ല. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അവരോടൊപ്പം ശക്തമായ ആളുകളില്ല, ഇല്ലെങ്കിൽ പാർട്ടികളില്ല. ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ സ്ഥിതി അല്പം വ്യത്യസ്തമാണ്. അവിടെ BJP അല്ല മെയിൻ, TDPയും ജനസേന പാർട്ടിയുമൊക്കെയാണ്. അവിടുത്തെ ഒരു ജൂനിയർ പാർട്ണർ മാത്രമാണ് BJP. അവിടെ ലോക്സഭയിലും BJPക്ക് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം നൽകുന്ന INDA മുന്നണിയുടെ ഏറ്റവും വലിയ പ്രസക്തി. INDA മുന്നണി ശക്തമായ ഇടങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ അത് കേരളവും തമിഴ്നാടും ഒപ്പം തന്നെ ഈ പറയുന്ന പശ്ചിമ ബംഗാളും ഒക്കെ അടക്കമുള്ള ഇടങ്ങളിലാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിൽ ഉള്ള പാർട്ടികളെല്ലാം തന്നെ വളരെ ശക്തരായ പാർട്ടികളാണ്. ഒന്ന് DMK, തമിഴ്നാട്ടിലെ ഏറ്റവും ശക്തമായ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ MPമാർ തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടിയാണ് DMK. TMCയുമായി കോൺഗ്രസ് സീറ്റ് ധാരണയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. അത് വിജയിച്ചു കഴിഞ്ഞാലും തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് ശക്തമായ പാർട്ടി. UPയിൽ വരുമ്പോൾ അത് അഖിലേഷ് യാദവാണ് ശക്തമായ പാർട്ടി. ഇവിടെ എല്ലാം കോൺഗ്രസ് ഒരു ജൂനിയർ പാർട്ണറാണ്. NDA മുന്നണിയിൽ BJPയാണ് എല്ലായിടത്തും മെയിൻ പാർട്ടിയെങ്കിൽ ബാക്കി കോൺഗ്രസ് എല്ലാ സംസ്ഥാനത്തും, മിക്കവാറും സംസ്ഥാനങ്ങളിലെല്ലാം അവർ ജൂനിയർ പാർട്ണറാണ്. BJP സംബന്ധിച്ച് വടക്കുകിഴക്ക് സംസ്ഥാനത്ത് ചില സംസ്ഥാനങ്ങളിൽ അവർ വെറും ജൂനിയർ പാർട്ണർ മാത്രമാണ്. ആസാമിൽ, മണിപ്പൂരിലുമൊക്കെ അവർ തന്നെയാണ് മെയിൻ പാർട്ടികൾ. ഇതാണ് ഇതിൻ്റെ രണ്ട് പാർട്ടികളുടെ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, പശ്ചിമ ബംഗാൾ അടക്കം ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ BJP ചിലയിടങ്ങളിലെങ്കിലും അവർക്ക് വിറപ്പിക്കാൻ കഴിയും. കാരണം BJP ലക്ഷ്യമിടുന്ന 400 സീറ്റ് നേടണമെങ്കിൽ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം സീറ്റ് ലഭിക്കില്ല. 400 സീറ്റ് ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടി സീറ്റ് ലഭിച്ചെങ്കിൽ മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു സംഖ്യയിലേക്ക് അവർക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് BJP യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ ശക്തമായി തന്നെ അവരുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. ഒരു ചെറിയ പിഴവ് പോലും പറ്റാതെ മുൻപോട്ട് പോകുന്നത്. ഇതാണ് ഈ രണ്ട് മുന്നണികളുടെയും ശക്തി. കോൺഗ്രസിൻ്റെ നേതൃത്വം നൽകുന്ന INDA മുന്നണിയുടെ ശക്തി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. പക്ഷേ അവിടെയും ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഒരു ജൂനിയർ പാർട്ണറാണ്. അതായത് DMK മുന്നണിയിലെ ഒരു ചെറിയ കക്ഷി മാത്രമാണ്. കേരളത്തിലാണ് അവർ ശക്തമായി നിൽക്കുന്നത്.
കർണാടകത്തിൽ അവർ ശക്തമാണ്. ആന്ധ്രയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ബിഗ് സീറോയിൽ നിന്നാണ് എല്ലാം ആരംഭിക്കേണ്ടത്. തെലങ്കാനയിൽ അവർ കുറച്ച് ശക്തമായി വരുന്നു. ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ അവർ ആം ആദ്മി പാർട്ടിയുമായി ടൈപ്പ് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് അലയൻസ് ആയിരിക്കുന്നു. അത് എങ്ങനെ മുൻപോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ദില്ലിയിലെ ഒരു രീതി അനുസരിച്ച് ലോക്സഭ എക്കാലത്തും BJP-യോടൊപ്പമാണ് നിന്നിരിക്കുന്നത്. അവിടെ അവരൊരു അലയൻസിന് ശ്രമിച്ചിരിക്കുന്നു. അവിടെ ഒരു അലയൻസ് ഉണ്ട്. പക്ഷേ പഞ്ചാബിൽ അവർക്കൊരു അലയൻസ് ഇല്ല. ഇങ്ങനെ അനവധി ഘടകങ്ങൾ കോൺഗ്രസിനെയും അലട്ടുന്നുണ്ട്. ഈ തരത്തിലാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തും നിരന്നിരിക്കുന്ന രണ്ട് മുന്നണികൾ. ഈ രണ്ട് മുന്നണികൾ പരിശോധിക്കുമ്പോഴും രണ്ട് മുന്നണികളും വളരെ ശക്തമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് BJP വളരെ ശക്തമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം അവരുടെ ചില ദൗർബല്യമുള്ള ഇല്ലെങ്കിൽ അവർക്ക് ശക്തി കുറഞ്ഞ പലയിടങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതിലും അവർക്ക് ശക്തി കുറവാണ് എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ്. അവർക്ക് അല്ലെങ്കിൽ അവരോടൊപ്പം കൂടാൻ വേറെ പാർട്ടികൾ, ശക്തരായ പാർട്ടികൾ ഇല്ല എന്നുള്ളത് ഒരു വലിയ കുറവാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ദക്ഷിണേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത്. പക്ഷേ അവരോടൊപ്പമുള്ളത് എല്ലാം അവരോട് തന്നെ കിടപിടിക്കാൻ തക്ക കരുത്തുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സീറ്റ് നേടുകയാണെങ്കിൽ BJP-യുടെ ഈ 370+ എന്നുള്ള സീറ്റിൻ്റെ ഒരു ചാഞ്ചാട്ടം നമുക്കവിടെ പ്രകടമാകുകയും ചെയ്യും. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനങ്ങളൊന്നും വന്നില്ല. ഓരോ ദിവസവും അനുദിനം രാഷ്ട്രീയം മാറിമറിഞ്ഞു വരും, ട്വിസ്റ്റുകൾ മാറിമറിഞ്ഞു വരും. അതിൻ്റെയൊക്കെ ഒരു ട്രെൻഡിൻ്റെ ആകെ ഫലമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ വളരെ പോയിന്റ്. നന്ദി, നമസ്കാരം.